CPIക്കെതിരായ വിമർശനത്തിൽ RJDക്കും INLനും മറുപടിയുമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF ഉണ്ടാക്കിയ പാർട്ടിയാണ് CPI എന്നാണ് പ്രതികരണം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അടഞ്ഞ അധ്യായമല്ലെന്നും പദവി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്നലെ പറഞ്ഞല്ല കാര്യങ്ങളൊക്കെ എന്തൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അധ്യായമാണെന്ന് പറയുന്നില്ല, യഥാർത്ഥത്തിൽ കാര്യം ആര് പറഞ്ഞു? അങ്ങനെ പറഞ്ഞു ഒരു അധ്യായം അടഞ്ഞതല്ല. വേറെ ഏതെങ്കിലും പദവിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? എല്ലാ പദവികളും മാറ്റിവെക്കുക, എന്നിട്ട് CPIക്കും CPMനും നല്ല ബന്ധമുണ്ടെന്ന് മുന്നണി ഇല്ലാതാക്കാൻ വേണ്ടി ഒരിക്കലും CPI ഒന്നും ചെയ്യില്ല. ഈ മുന്നണി CPI ഉണ്ടാക്കിയതാണ്. അത് RJDക്കും അറിയാം. RJDയോട് INLനോട് അടക്കമുള്ള എല്ലാ പാർട്ടികളോടും ഏറ്റവും അടുത്ത സൗഹാർദ്ദ ബന്ധം CPIക്കുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും ഉണ്ടാകും. അവരാരും ആയിട്ട് തർക്കമുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ CPI ഇല്ല. സമയമാകുമ്പോൾ പൂർണ്ണ വിശ്വാസമുണ്ട്. വിഴിഞ്ഞം ഉൾപ്പെടെ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള CPI തീരുമാനത്തിനെതിരെയാണ് INL നേതാവും മുൻ തുറമുഖ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ രംഗത്തെത്തിയത്. ഈ നിലപാട് LDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്നായിരുന്നു 24നോട് പ്രതികരിച്ചപ്പോൾ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. സാധാരണഗതിയിൽ എന്തൊരു പ്രശ്നവും മുന്നണിക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തുള്ള എജിറ്റേഷനിലേക്ക് നീങ്ങേണ്ടത്. ഒന്നിച്ച് നിന്ന് ഉണ്ടാക്കുന്ന ആ ഐക്യം ഒരിക്കലും വിഘടിച്ച് നിന്നാൽ ഉണ്ടാവുകയില്ല എന്നൊരു വസ്തുതയാണ്. അതിൽ LDFന്റെ യോഗം ചേർന്ന് തീരുമാനമെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് വിഹിതമായത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, മുന്നണിയിലെ ഓരോ ഘടകകക്ഷിയും ഒറ്റക്കൊറ്റക്ക് സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മുന്നണിയെ കെട്ടുറപ്പിനത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ദീപക്, LDFന്റെ ഐക്യത്തെ തുരങ്കം വയ്ക്കുന്ന ഇടപെടലാണ് CPI നടത്തുന്നത് എന്നാണോ INLനെ പോലുള്ള ഘടകകക്ഷികളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്ന എന്ന ആരോപണമാണോ അവർക്കുള്ളത്? അതോടൊപ്പം തന്നെ ഈ ഉപനേതൃ പദവി സ്ഥാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ CPI ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവത്തിനും തയ്യാറല്ല, അതൊരു ന്യായമായ ആവശ്യമാണ് CPIയുടേത് എന്ന് അംഗീകരിക്കാൻ INL പോലെയുള്ള ഘടകകക്ഷികൾ തയ്യാറാണോ? അതോ ആ കാര്യത്തിലും ഭിന്നാഭിപ്രായമുണ്ടോ? ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI ഒറ്റയ്ക്ക് സമരവുമായി പോകുന്നതിൽ LDFലെ ഘടകകക്ഷികളിലെല്ലാം തന്നെ ശക്തമായ അമർഷമുണ്ട്. ഇതിൽ ആദ്യം തുടക്കം കുറിക്കുന്നത് ഇന്ന് 24ന്റെ മോർണിംഗ് ഷോയിൽ INLന്റെ ദേശീയ സെക്രട്ടറിയും മുൻ തുറമുഖ മന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിലിൻ്റെ പ്രതികരണത്തിലൂടെയാണ്. അദ്ദേഹം 24നോട് പറഞ്ഞത് വളരെ കൃത്യമായി ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ് CPI ഇപ്പോൾ നടത്തുന്ന സമരം. ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു പൊതുവിഷയത്തിൽ, പ്രത്യേകിച്ചും പ്രതിപക്ഷം നിയമസഭയിലും പുറത്തും ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ച ഒരു കാര്യത്തിൽ, വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം ഉൾപ്പെടെയുള്ള വിഷയമാണ്, ആ വിഷയത്തിൽ ഒറ്റയ്ക്ക് സമരം നടത്താൻ CPI തയ്യാറാകുമ്പോൾ അത് രാഷ്ട്രീയമായി ഇടതുമുന്നണിയെ ശിഥിലീകരിക്കുന്നതാണ് എന്നുള്ളതാണ് പല ഘടകകക്ഷികളുടെയും അഭിപ്രായം. അതാദ്യമായി തുറന്നു പറയുന്നത്, പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായത് INL ആണ്. അത് 24ന്റെ മോർണിംഗ് ഷോയിലായിരുന്നു അത്. അതിനുശേഷം RJDയും സമാനമായ പ്രതികരണങ്ങൾ പല പ്ലാറ്റ്ഫോമിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ് കുമാറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിലൊക്കെ ഇടതുമുന്നണി ഒറ്റക്കെട്ടായി ചർച്ച ചെയ്യണം എന്നുള്ള നിലപാട് തന്നെയാണ് അവരുടെ പാർട്ടിക്കുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉപനേതാവ് പദവി CPIക്ക് കൊടുക്കുന്നതിൽ CPMന് മാത്രമല്ല എതിർപ്പുള്ളത്, ഘടകകക്ഷികളിലാകെ CPIയെ മാത്രം അങ്ങനെ ഉയർത്തി കാണിക്കേണ്ടതില്ല എന്ന നിലപാടിലാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഇടയാക്കിയ വിവാദ വിഷയങ്ങളിൽ CPIയുടെ കോൺട്രിബ്യൂഷൻ വളരെ കൃത്യമായി ഘടകകക്ഷികളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. CPM പാർട്ടി സെക്രട്ടേറിയറ്റിലും അതുപോലെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിനുശേഷമാണ് ഇന്ന് ബിനോയ് വിശ്വം CPI സെക്രട്ടറി വളരെ ഷാർപ്പായ മറുപടിയുമായി എത്തിയത്. ഇടതുമുന്നണി ഉണ്ടാക്കിയ പാർട്ടിയാണ്, അതായത് നിങ്ങളൊക്കെ പിന്നീട് വന്നതാണ്, ഞങ്ങളിത് ഉണ്ടാക്കിയതാണ് എന്നതാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. ഒരുപക്ഷെ രാഷ്ട്രീയം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു തറവാടുകാരനവർ പറയുന്ന ഭാഷയിലായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്ന് വിലയിരുത്തേണ്ടി വരും രാഷ്ട്രീയമായി. കാരണം CPI മുന്നണി കെട്ടുറപ്പിന് ഈ സമരം ബാധിക്കില്ല, ഞങ്ങൾക്കറിയാം മുന്നണി നോക്കാൻ, ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയവരാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണത്തിനാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറായത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒറ്റയ്ക്കുള്ള സമരം മുന്നണിയിൽ വലിയ പ്രശ്നങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്, വലിയ തർക്കങ്ങൾക്കും CPIക്കെതിരായ മുന്നണിക്കകത്തെ കുറുമുന്നണി ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഗോപികൃഷ്ണൻ. ദീപക്, ഈ പ്രതികരണങ്ങളൊക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ, അതിനെ വിശകലനം ചെയ്യുമ്പോൾ CPIയും മറ്റ് ഘടകകക്ഷികളും ഒരു ഭാഗത്തും CPI മറുഭാഗത്തും എന്ന നിലയാണോ ഇപ്പോഴുള്ളത്?
ഗോപി, അങ്ങനെ വേണം നമ്മൾ കരുതാൻ. കാരണം നമ്മൾ ഓരോ നേതാക്കളുമായി സംസാരിക്കുമ്പോഴും CPIയുടെ ആവശ്യം ജനൂനാണ്, ന്യായമാണ് എന്ന് ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പല ഘടകകക്ഷി നേതാക്കളും പരസ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അത് മുന്നണിയിൽ ചർച്ച ചെയ്യട്ടെ, മുന്നണി യോഗം വൈകാതെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ സ്വകാര്യ സംഭാഷണത്തിൽ ഇവരെല്ലാം തന്നെ CPI പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ള നിലപാടാണ് അടക്കം പറച്ചിൽ നടത്തുന്നത്. അപ്പോൾ ഗോപി പറഞ്ഞത് തന്നെയാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഒരു ഭാഗത്ത് CPIയും മറുഭാഗത്ത് CPMും മറ്റ് ഘടകകക്ഷികൾ എല്ലാവരും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം ഇതിൻ്റെ ഒരു തുടക്കം ഈ വിഴിഞ്ഞം സമരം മാത്രമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPI എടുത്ത പല രാഷ്ട്രീയ നിലപാടുകൾ, അത് PM ശ്രീയിൽ ഉൾപ്പെടെ അത് ഏറ്റവും വിവാദമാക്കുന്നതിൽ CPI നിലപാടെടുത്തു. പക്ഷേ എന്നാൽ PM ശ്രീ ഇപ്പോൾ UDF നടത്തുമ്പോൾ അതിൽ ഒറ്റയ്ക്ക് സമരവും അതിൽ ശക്തമായ പോരാട്ടവും നടത്താതെ വിഴിഞ്ഞം എന്ന ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സഭയിലും പുറത്തും വലിയ രാഷ്ട്രീയ വിഷയമായി എടുത്ത ഒരു കാര്യത്തിൽ ഞങ്ങൾ അതിൻ്റെ ഗോളടിക്കാം എന്ന നിലയിൽ ഒരു ഒറ്റയ്ക്കു രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് സമരമുഖത്തേക്ക് പോകുന്നതിന് എതിരായ ചിന്തയും ചർച്ചകളുമാണ് ഇടതുമുന്നണിയിലാകെ നടക്കുന്നത്. ഞാൻ മുന്നണിയിലെ പല നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്തവർ പോലും ഇത് ശരിയല്ല CPI ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒറ്റയ്ക്ക് സമരത്തിന് പോകുന്നത് പ്രതിപക്ഷ ഉപനേതാവ് സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.